ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആണ്. ദേവസ്വം ബോർഡ് പരീക്ഷ നവംബർ 9 നടക്കുകയാണ്. അപ്പോൾ ഏതാണ് പരീക്ഷ എന്നും ആ പരീക്ഷയുടെ സിലബസ് ഏതാണെന്നും പരീക്ഷ സമയവും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ പരീക്ഷയാണ് നവംബർ 9 നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സമയം കളയാതെ ആ ഒരു ഇതിലേക്ക് പോവാം. അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം ചെയ്ത ഗുരുവായൂർ ദേവസ്വത്തിലെ ഹെൽപ്പർ, വെറ്റിനറി സർജൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നീ തസ്തികകളിലേക്കുള്ള OMR പരീക്ഷ 2025 നവംബർ 9 രാവിലെ 10 മണി മുതൽ 11:45 വരെയാണ് തൃശൂർ ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. അപ്പൊ തൃശൂർ ജില്ലയാണ് ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത്. എവിടെയാണ്? തൃശൂർ ജില്ലയാണ് ഇതിന്റെ സെന്റർ. അപ്പൊ തൃശൂർ ജില്ലയിലാണ് പരീക്ഷ നടക്കുന്നത്. ഇതിന്റെ ഹോൾ ടിക്കറ്റ് 26/10/2025 മുതൽ, അതായത് ഇപ്പം മുതൽ നമുക്ക് ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭിക്കുന്നതാണ്. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് എന്ന ലിങ്കിൽ ലഭ്യമാകുന്നതാണ് മനസ്സിലാക്കുക. പ്രൊഫൈലിൽ ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്ന ലിങ്കിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഹെൽപ്പർ പരീക്ഷ, അതുപോലെ വെറ്റിനറി സർജൻ, അതുപോലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നീ തസ്തികകളുടെ പരീക്ഷയാണ് നവംബർ 9 നടക്കുന്നത്. ഓക്കെ, നവംബർ 9 അതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇന്നു മുതലാണ് ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങുക. പരീക്ഷ നോക്കിയാൽ നമ്മൾ പറഞ്ഞു 2/2025 ഹെൽപ്പർ, 10/2025 വെറ്റിനറി സർജൻ, 28/2025 ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എല്ലാം ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് നടക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ്. അതായത് 9/11/2025 ഞായറാഴ്ചയാണ് പരീക്ഷ. 10 മണി മുതൽ 11:45 വരെയാണ്. ആദ്യത്തെ അരമണിക്കൂർ നമ്മുടെ വെരിഫിക്കേഷൻ സമയമാണെന്ന് മനസ്സിലാക്കുക. കറക്റ്റ് 10 മണിക്ക് തന്നെ എല്ലാവരും ഹാളിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. 10:30 മുതൽ 11:45 വരെ ആയിരിക്കും പരീക്ഷ ഉണ്ടാകുക. പക്ഷെ 10 മണിക്ക് ശേഷം വരുന്നവരെ ഹാളിലേക്ക് അയക്കാൻ സാധ്യത വളരെ കുറവാണ്. കൃത്യം 10 മണിക്ക് മുമ്പ് തന്നെ പരീക്ഷാ സെന്ററിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഇന്നു മുതൽ ലഭ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിന്റെ സിലബസ് നോക്കിയാൽ ഹെൽപ്പർ പരീക്ഷയുടെ സിലബസ്, ഗുരുവായൂർ ദേവസ്വം ഹെൽപ്പർ പരീക്ഷയുടെ സിലബസ്, അതായത് പ്രധാന ടോപ്പ് വിഷയങ്ങൾ വരുന്നത് ഏതൊക്കെയാണ്? പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിങ്ങനെ 3 പാർട്ടായിട്ടാണ് ഈ ഒരു പരീക്ഷയുടെ സിലബസ്. പാർട്ട് 1 വരുന്നത് നിഷ്കർഷിത യോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. NDC വയർമാന്റെ പരീക്ഷയ്ക്കും സെയിം സിലബസ് ആയിരുന്നു. എന്താണെന്ന് അറിയില്ല. എന്തായാലും ഹെൽപ്പറിനും ഈ ഒരു NDC വയർമാൻ പരീക്ഷയുടെ ഇത് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് പാർട്ട് 2 പൊതുവിജ്ഞാനവും ആനുകാലികവും. പാർട്ട് 3 ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വങ്ങൾ എന്നിവ. അതായത് നമ്മുടെ ക്ഷേത്ര കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത് 90% പരീക്ഷ എടുത്തു നോക്കിയാലും ദേവസ്വം ബോർഡിന്റെ പരീക്ഷകളിൽ ക്ഷേത്രകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. 10 മുതൽ 20 മാർക്ക് വരെ ഓരോ പരീക്ഷയ്ക്കും അത് വ്യതിയാനപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക് എല്ലാ പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ അതിലൊരു എക്സ്പേർട്ട് ആവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പൊതുവിജ്ഞാന ആനുകാലികവും ഇവിടെ സ്പെഷ്യൽ അവരുടെ നിഷ്കർഷിത യോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. സബ്ജക്ട് റിലേറ്റഡ് ആണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഹെൽപ്പർ പരീക്ഷയുടെ സിലബസ് വരുന്നത്. ഇനി അടുത്തത് വെറ്റിനറി സർജന്റെ നോക്കിയാലോ, അതിലെ പാർട്ട് 1 മാത്രമാണുള്ളത്. പാർട്ട് 1 മാത്രമാണ്. അതായത് നിഷ്കർഷിത യോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ BVSC ആൻഡ് AH എന്ന് പറയുന്ന ഈ ഒരു അവരുടെ വെറ്റിനറിയുമായി ബന്ധപ്പെടുന്ന ആ ഒരു സബ്ജക്ട് മാത്രമാണ്. ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കോ ഒന്നുമില്ല. ഇവരുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. OMR പരീക്ഷയാണെന്ന് കൂടെ മനസ്സിലാക്കണം. ഓക്കെ, 100 മാർക്കിന്റെ ചോദ്യം, 1 മണിക്കൂർ 15 മിനിറ്റ് പരീക്ഷ. ഇംഗ്ലീഷിലായിരിക്കും ഇതിന്റെ എക്സാം നടക്കുന്നത്. ഇംഗ്ലീഷിലായിരിക്കും. അടുത്തത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആണ്. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് തന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്. ഇതിന്റെ സിലബസിൽ നിങ്ങൾ നോക്കുക 3 പാർട്ടായിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഇവിടെ പാർട്ട് 3 നിങ്ങൾ നോക്കുക, ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വങ്ങൾ എന്നിവ അവിടെയുണ്ട്. പാർട്ട് 2 വരുന്നത് ലഘുഗണിതവും മാനസിക ശേഷി യുക്തിചിന്തയാണ്. പാർട്ട് 1 നിഷ്കർഷിത യോഗ്യതയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, ANM കോഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിങ്ങനെയാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സും. ഇതിലും ക്ഷേത്ര കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതിലും ക്ഷേത്ര കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 9-ാം തീയതി നടക്കുന്ന പരീക്ഷയെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഇതെല്ലാം. ഏകദേശം ഗുരുവായൂർ ദേവസ്വത്തോടെ 1-2 അധ്യാപക തസ്തികകൾ ഒഴിച്ച ബാക്കിയെല്ലാം കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പരീക്ഷ, അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കുള്ള പരീക്ഷ,
കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലേക്കുള്ള പരീക്ഷ, പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പരീക്ഷയുടെ വാച്ച്മാൻ എന്നിങ്ങനെ എന്താണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് LD ഉണ്ട്, പ്യൂൺ ഉണ്ട്, സ്ട്രോങ് റൂം ഗാർഡ് ഉണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കും അതുപോലെ തന്നെ LD, കൂടൽമാണിക്യത്തിലും LD എന്നിങ്ങനെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. ഡിസംബർ 20 ശേഷം നമ്മൾ ഈ ഒരു പരീക്ഷ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ചിലപ്പോൾ ഡിസംബറിലോ ജനുവരിയിലോ നടത്താം. ഇനി നവംബറിൽ നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ നവംബർ 9 വരെയുള്ള കലണ്ടർ മാത്രമേ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ളൂ. അതിനുശേഷം ഏതെങ്കിലും പരീക്ഷയുണ്ടോ എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നവംബറിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പൊ തന്നെ നമുക്ക് ഒക്ടോബർ 26 ആയി. ഇനിയിപ്പം ഒരു മാസമെങ്കിലും നമുക്ക് സിലബസ് തന്നിട്ട് പഠിക്കാനുള്ള സമയം ഉണ്ടാവും. അതുകൊണ്ട് ഡിസംബർ മുതലേ നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു പരീക്ഷ നടത്താനുള്ള സാധ്യത. അടുത്ത ആഴ്ചയോട് ഈ വരുന്ന ആഴ്ചയോട് കൂടി നമുക്ക് സിലബസ് നമ്മുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ സിലബസ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് മനസ്സിലാകും. എന്തൊക്കെയാ മാറ്റങ്ങളൊക്കെ സിലബസിൽ ഉണ്ടോ, അല്ലെങ്കിൽ പഴയ സിലബസ് തന്നെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ക്ലാരിറ്റി ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള സമയങ്ങളാണ്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു ബാച്ച് നമ്മൾ ചൊവ്വാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമായിട്ട് 500 രൂപ മാത്രമാണ് അതിന്റെ ഫീസ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. 500 രൂപയാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫീസ് ആയിട്ട് വരുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് മുഴുവൻ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഏറ്റവും മികച്ച ബാച്ച് തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഗംഭീരമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതല്ല, നമ്മുടെ ദേവസ്വം ബോർഡിന്റെ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന ക്ലാസ്സുകൾക്കാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ കമ്പനി ബോർഡ് LGSന്റെ ഒരു ബാച്ച് നവംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഓൾറെഡി വെബ്കോ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാം. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് ബാച്ചും നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസ്സുകളുമായിട്ടാണ് നമ്മൾ മാസ്റ്റർ ക്ലാസ് പോകുന്നത്. ഏറ്റവും മാസ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വീഡിയോ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.